ബോച്ചെ പറഞ്ഞത് ശരിയായില്ല, ബോച്ചെ പറഞ്ഞത് പിൻവലിക്കണം, ബോച്ചെ ഹണി റോസിനോട് മാപ്പ് പറയണമെന്ന് തന്നെ ആദ്യം പറഞ്ഞ വ്യക്തികളിലൊന്നും ഞാനാണ്. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല ഒന്നുമില്ല. ആരോടെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടണ്ടേ? ബോച്ചെ ചെയ്തത് ശരിയല്ലാത്ത കാര്യം പോലെ തന്നെ ഹണി റോസിന്റെ ഭാഗത്തു നിന്നും ശരിയല്ലാത്ത നടപടികളോ നിലപാടുകളോ വന്നെങ്കിൽ ഹണി റോസിനെയും സോഷ്യൽ ഓഡിറ്റ് ചെയ്യണം. എന്താ ശരിയല്ല മാവ? ശരിയല്ലെന്ന് എടോ, ശരിയല്ലെങ്കിൽ ശരിയെന്ന് പറയണോ? ബോച്ചയുടെ വാക്കുകൾക്ക് മാന്യത വേണം, ഹണി റോസിന്റെ വസ്ത്രത്തിന് മാന്യത വേണം. മനുഷ്യനെ താഴ്ത്തി കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ്. ഉള്ള കാര്യം തുറന്ന് പറയുന്നതിന് ആരെയും പേടിക്കണ്ട. ഈ ഒരു പോയിന്റ് പറയുമ്പോൾ നമ്മുടെ മീഡിയക്കാർക്ക് ആകെ കൂടെ വിറളി പിടിച്ചൊരു മട്ടാണ്. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും ഇട്ടൊന്ന് കൊള്ളും. പക്ഷേ ഒരു പെൺകുട്ടിയുടെ സഭ്യതയും മാന്യതയുമുള്ള വസ്ത്രം വേണമെന്ന കേരളീയ സംസ്കാരത്തിന്റെ പൊതുബോധമാണ്. ഇതൊക്കെ ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ, അതിൽ മനു ഇടപെടുന്നത് ശരിയല്ല. ഇല്ല, ഞാൻ ഇടപെടുന്നില്ല. ബോച്ചെ 1 വർഷം ജയിലിലിടണമെന്ന് മാധുവിന് അഭിപ്രായമുണ്ടോ? ഈ മനുഷ്യൻ എന്റെ അഭിപ്രായ പ്രകടനം അനുസരിച്ചല്ല രാജ്യത്തെ നിയമവ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങനെ പറയരുത്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ഈ പ്രയോഗം മാത്രമല്ല അദ്ദേഹത്തിന്റേതെന്ന് സാധൂകരിക്കാനാണ് ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കാണിച്ചത്. ഇതൊരു തുടർ അക്രമമാണെന്നേ. തീരാണല്ലേ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? തണുത്ത് മരവിച്ചു എന്ന് പറയുന്നതാവും ശരി. ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളോട് എനിക്കറിഞ്ഞുകൂടെ എന്ത് മാനസികാവസ്ഥയിലാണ് ഇത്തരം വഷളന്മാരുടെ മുന്നിൽ നിന്നത് കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ചോദിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല. ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ചോദ്യം ചോദിക്കുന്ന ആളോട്, ഇന്റർവ്യൂ ചെയ്യുന്ന മനുഷ്യരോട്, സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ആളുകളോട്, എന്ന് വേണ്ട മുന്നിൽ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും സെക്ഷുവാലിറ്റിയും അവരുമായി ബന്ധപ്പെട്ട എല്ലാ സവിശേഷതകളെയും അധിക്ഷേപിച്ച് അങ്ങ് പോവാ. എന്തൊരു പ്രിവിലേജ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. എന്റെ എല്ലാ മാനവും പോയി. ഔദ്യോഗികമായി തന്നെ താൻ ഇനി അങ്ങനെ പറയില്ല, പൊതുസ്ഥലത്ത് ശ്രദ്ധിച്ചോളാം എന്ന രാമൻപിള്ള സാറിനെ പോലെ അഡ്വക്കേറ്റ് വഴി പറഞ്ഞു. പോയി ജയിലിൽ കിടക്കും. അതുകൊണ്ടാ അതിന് വഴിവെച്ച, അങ്ങനെ മാപ്പ് പറയാൻ വഴിവെച്ചത് ഈ പറയുന്ന തിരുത്തലുകളോ മോനെ പോട്ടെ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന പൊന്നോമനിക്കലോ അല്ല. അത് കോടതിയിൽ നിന്ന് ജയിലിൽ പോയി കിടക്കുന്ന ഉറപ്പുകൊണ്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ട് രാഹുൽ. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.